ക്യാമ്പസ് പ്രണയം ഭാഗം 4. സമയം പുലർച്ചെ 5:45. അലാറം അടിച്ച് സൗണ്ട് കേട്ടിട്ടാണ് ഗൗരി ഉണരുന്നത്. എഴുന്നേറ്റപ്പോൾ തന്നെ കൃഷ്ണപ്രിയ എഴുന്നേറ്റ് പെട്ടുവിരിക്കുകയായിരുന്നു. ദിവ്യയും അപ്സരയും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഗൗരി, താൻ എപ്പോഴെണീറ്റേ? അവൾ കൃഷ്ണപ്രിയയോട് ചോദിച്ചു. കൃഷ്ണ, ഞാൻ 5:30 എന്തോ ആയി. വീട്ടിലെപ്പോഴും ഈ സമയത്ത് എഴുന്നേറ്റ് ശീലിച്ച കാരണം ആ സമയമാകുമ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് വരും. അവൾ അങ്ങനെ കൃഷ്ണയോട് സംസാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് അച്ഛൻ വരുന്ന കാര്യം അവൾ ഓർത്തത്. അയ്യോ, ഇന്ന് അച്ഛൻ ഡ്രസ് തരാനായി വരും, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞവൾ വേഗം ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയ ശേഷം അവൾ താഴേക്ക് ഇറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവളുടെ ഫോണിലേക്ക് പെട്ടെന്ന് അച്ഛൻ വിളിച്ചു. മോളെവിടാ? അച്ഛൻ താഴെ വന്നിട്ടുണ്ട്. ഞാൻ ദേ വരുന്നു അച്ഛാ. അവൾ വേഗം സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. അപ്പോഴേക്കും അച്ഛനും ഹോസ്റ്റൽ വാർഡനും അവിടെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു. അവൾ അങ്ങോട്ട് ചെന്നു. ആ, ഇതാണല്ലേ മോള്, ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. മോളെന്താ, ഏത് സബ്ജക്റ്റ് എടുത്തിരിക്കുന്നേ? ഞാൻ BSc സുവോളജിയാണ്. ആ, ഇവിടത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തന്നില്ലേ? ആ, തന്നായിരുന്നു. ആ മോളെ, ഇതാ. അച്ഛൻ അവളുടെ കയ്യിലേക്ക് ഒരു ഡ്രസ്സും സാധനങ്ങളും എല്ലാം കൊടുത്തു. ആ മോളെ, ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് ഇവിടെ? മോൾക്ക് ഇഷ്ടമായോ? ആ, ഇഷ്ടമായി അച്ഛാ. ഇവിടെ എല്ലാം സൂപ്പറാണ്. കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇന്നലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായുള്ളൂ. കുറച്ച് പേര് ക്ലാസ്സിൽ വന്നുള്ളൂ. ആണോ? എപ്പോഴാ ക്ലാസ് തുടങ്ങുന്നേ? 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ആണോ? മോൾക്ക് ഞങ്ങളില്ലാത്തത് കൊണ്ട് ഇന്നലെ വിഷമം തോന്നിയോ? ആ ചോദ്യത്തിൽ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളത് പുറത്ത് കാണിക്കാതെയാണ് നിന്നെങ്കിലും അവൾ പറയാതെ തന്നെ അവളുടെ സങ്കടം മനസ്സിലാക്കുന്ന അച്ഛന് അവൾ കരഞ്ഞത് മനസ്സിലായി. മോള് വിഷമിക്കണ്ട, കുറച്ചു നാൾ കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അവളുടെ മുഖം കണ്ട് അച്ഛനും സങ്കടം വന്നിരുന്നു. ചെറുപ്പം മുതലേ അവളുടെ അമ്മയേക്കാൾ അടുപ്പം അവൾക്ക് അച്ഛനോടായിരുന്നു. അമ്മയില്ലാതെ എവിടെ പോയാലും അച്ഛനില്ലാതെ എവിടെയും പോവാൻ അവൾക്ക് പറ്റാറില്ല. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും അയാൾ സാധിച്ചു കൊടുക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും അവൾ അയാളോടാണ് പറഞ്ഞിരുന്നത്. എല്ലാം നല്ലതിനാണ് എന്ന് വിചാരിക്കുക. മോൾക്ക് അറിയാലോ നമ്മുടെ കാര്യം. ഇനി നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം. അതുകൊണ്ട് നന്നായി പഠിക്കണം കേട്ടോ. അച്ഛനവളെ സമാധാനിപ്പിക്കുന്ന പോൽ പറഞ്ഞു. അവിടെ നിന്നവളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അയാൾ മറ്റൊന്നും പറയാതെ അവളോട് യാത്ര പറഞ്ഞിറങ്ങി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, പോവാണ്. അവളുടെ ഉള്ളിൽ പെട്ടെന്നെന്തോ ദുഃഖം വന്ന് നിറഞ്ഞു. അവൾ അച്ഛൻ പോകുന്നതും നോക്കി അവിടെ നിന്നു. അപ്പോഴാണ് അവൾ സമയം നോക്കിയത്. സമയം 6:22. അവൾ വേഗം തിരിച്ചു റൂമിലേക്ക് പോയി. തിരക്കിട്ട് വേഗം കുളിച്ചു. അപ്പോഴേക്കും ബാക്കി എല്ലാവരും എഴുന്നേറ്റ് കുളിച്ചിരുന്നു. ഇപ്പോൾ തന്നെ പ്രയർ തുടങ്ങും. നീ വരുന്നുണ്ടോ ഗൗരി? ദിവ്യ അവളോട് ചോദിച്ചു. ആ, ഞാനുമുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂടി പ്രയർ റൂമിലോട്ട് പോയി. അവിടെ ചെന്നതും സിസ്റ്റർമാർ എല്ലാം നേരത്തെ വന്നിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം പ്രാർത്ഥന തുടങ്ങി. അവിടെ ഇരുന്ന് ചെറുതായിട്ട് ബോറടിച്ചെങ്കിലും അവൾ അത് കാര്യമാക്കാതെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോയി. ഇഡ്ഡലിയും ചമ്മന്തിയുമായിരുന്നു. അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലം പൊതുവേ ഇല്ലായിരുന്നു. എങ്കിലും ക്ലാസ്സുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി അവൾ കുറച്ച് വാങ്ങിയുള്ളൂ. അതും കഴിച്ചവൾ വേഗം പോയി ബുക്കെല്ലാം ബാഗിലെടുത്ത് വെച്ചു. ഇന്ന് എല്ലാ വിഷയവും
വായിക്കുമോ ആവോ? എന്തായാലും എല്ലാ ബുക്കും വെച്ചേക്കാം, അവൾ മനസ്സിൽ ചിന്തിച്ചു. കുറച്ച് അതിലൂടെ നടന്ന് സമയം പോയി. പിന്നെ അവൾ വേഗം പോയി റെഡിയായി. അവൾക്ക് ഇഷ്ടപ്പെട്ട ലാവൻഡർ കളർ ചുരിദാറാണ് അവൾ ഇട്ടത്. ചെറുതായി ഒന്ന് കണ്ണെഴുതി, ഒരു ചെറിയ പൊട്ടും കുത്തി, ചെറുതായി ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു, ചെറിയ കമ്മലും ഇട്ടു. അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഓ, സുന്ദരിയായിട്ടുണ്ട്, ഇന്നിത് മതി, അവൾ അവളെ തന്നെ നോക്കി പറഞ്ഞു. ഇന്നലത്തെ പോലെ ലേറ്റ് ആവണ്ടെന്ന് കരുതി അവരെല്ലാം ഇറങ്ങുന്ന മുന്നേ തന്നെ അവൾ ഇറങ്ങി വേഗം നടന്നു. അവൾ കരുതിയത് അവരെല്ലാവരും നേരത്തെ തന്നെ വന്നിട്ടുണ്ടാവുമെന്ന. അവിടെ ചെന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവർ ആരും ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു. ക്ലാസ്സിലിരുന്നിട്ട് ബോറടിച്ചവൾ നേരെ ക്ലാസിന്റെ ഫ്രണ്ടിലുള്ള വരാന്തയിൽ പോയി നിന്നു. അവിടെ നാലുകെട്ട് പോലെ ആയതുകൊണ്ട് മഴവെള്ളം താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. അവൾ കൈ നീട്ടി വെള്ളം കൈകൊണ്ട് തട്ടിക്കളിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് തൊട്ട് ഓപ്പോസിറ്റായി 2ാം നിലയിൽ നിൽക്കുന്ന അരുണിനെ അവൾ കണ്ടത്. അവൻ്റെ ക്ലാസ് അവിടെ ആയിരുന്നു. അവൻ അവിടെ നിൽക്കുന്നത് കണ്ട് ഒത്തിരി പെൺകുട്ടികൾ ചുറ്റും കൂടി നിന്ന് സംസാരിക്കുന്നുമുണ്ട്. അവർക്കെല്ലാം അതിനും മനോഹരമായാണ് അവൻ മറുപടി കൊടുക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ഗൗരിക്ക് അത്ര പിടിച്ചില്ല. അവൾ അവളുടെ ശ്രദ്ധ അതിൽ നിന്നും മാറ്റി. പെട്ടെന്നൊന്ന് താഴേക്ക് നോക്കിയതും താഴെ അവരെല്ലാം വന്നിരുന്നു. അവൾ വേഗം സ്റ്റെപ്പ് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഓ, നീ നേരത്തെ വന്നോ? ആടി, നിങ്ങൾ ഉണ്ടാവുമെന്നാ കരുതിയേ. അവിടെ ചെന്നിരുന്നിട്ട് ബോറടിക്കുകയായിരുന്നു. നിങ്ങളെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. മീര, ആണോ? എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ? ഗൗരി, ആ, ഹോസ്റ്റൽ കൊള്ളാം. പുതിയ കുറച്ച് പേരെ കൂടി പരിചയപ്പെട്ടു. മീര, ഓ, മീരയ്ക്ക് അവളാ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഗൗരി, എന്താടി നോക്കുന്നത്? ഗൗരി മീരയെ പുരികം മുന്തിച്ചു കാട്ടി. മീര, ഒന്നുമില്ല, നീ വാ. അവർ ക്ലാസ്സിൽ പോയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസ്സിലേക്ക് ടീച്ചർ വന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ 3-4 പീരീഡ് കഴിഞ്ഞു. ഓരോരുത്തർ വന്ന് മാറി മാറി ക്ലാസ് എടുത്തു പോയി. ലഞ്ച് ബ്രേക്ക് ആയതും അവർ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചു. അന്ന് ലഞ്ച് ബ്രേക്ക് കുറച്ച് കൂടുതൽ സമയമുണ്ടായിരുന്നു. എടാ, നമുക്ക് ലൈബ്രറിയിൽ പോവാം. നമ്മൾ ഇന്നലെ പോയില്ലല്ലോ, അർച്ചന അവരോട് പറഞ്ഞു. ആ, പോവാം. അവരങ്ങനെ ലൈബ്രറിയിലോട്ട് പോയി. അവിടെ ചെന്നതും ഗൗരി എല്ലാ ബുക്കുകളും ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു. അവൾക്ക് ബുക്ക് വായിക്കാൻ ചെറുപ്പം മുതലേ വലിയ ഇഷ്ടമാണ്. കുറേ ബുക്കുകൾ കണ്ടപ്പോൾ ഏതെടുക്കണമെന്ന സംശയത്തിൽ ആയിരുന്നു അവൾ അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു. ശേഷം 3-4 ബുക്ക് കയ്യിലെടുത്ത് പിടിച്ചു. അപ്പോഴാണ് ആര്യ ക്യാൻറ്റീനിൽ നിന്നും ഒരു കോഫിയായി വന്നത്. എല്ലാവരും പല വഴിയിൽ അവിടെ എല്ലാം ചുറ്റി നടന്ന് നോക്കുകയായിരുന്നു. ഒരു കോഫി അവൾക്കും കൊടുത്തു. ആര്യ വന്നതും അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ടാണ്. എന്തെന്നാൽ ലൈബ്രറിയുടെ തൊട്ടേ ഫ്രണ്ടിൽ തന്നെ അരുൺ ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അത് മനസ്സിലാവാതെ അവൾ എന്താടി എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നതും അരുൺ ലൈബ്രറിയിൽ നിന്ന് അകത്തേക്ക് വന്നതും ഒരു സമയത്തായിരുന്നു. അവർ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചു. അവൾ താഴെ വീഴാൻ പോയി. അവളുടെ കയ്യിലിരുന്ന ബുക്കെല്ലാം താഴെ വീണു. അത് മാത്രമല്ല, അവളുടെ കയ്യിലിരുന്ന കോഫി തെറിച്ച് അരുണിന്റെ വൈറ്റ് ഷർട്ടിലേക്കാണ് വീണത്. ശുഭം. അരുണിന്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുമന്നു വന്നു. ഡീ, നിനക്ക് കണ്ണ് കാണില്ലേ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. തുടരൂ.